കാണുന്നില്ല. അദ്ദേഹത്തിനെ കാണുന്നില്ല. മൊബൈലിൽ കൂടെ 8 പേരെ കാണാൻ പറ്റുള്ളൂ. മൊബൈലിൽ ടാബിലാണ്. നമസ്കാരം ബിനുജി, നമ്മുടെ ചെയർമാൻ ശശികുമാർജി മീറ്റിംഗിൽ അവൈലബിൾ ആണ്. ശശികുമാർജി നമസ്തേ. എനിക്ക് കാണാൻ പറ്റില്ല. ശശികുമാർജി എന്താണ്? എനിക്ക് വേണം. നമസ്കാരം. 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 അപ്പം ബിനു, അദ്ദേഹത്തെ ആരാ അവതരിപ്പിക്കുന്ന? ആരാണ്? ബിജോ. നമസ്കാരം. നമ്മുടെ സംഘടനയുടെ ലീഡർഷിപ്പിലുള്ള ആൾക്കാരുടെ പ്രസൻസ് ഉണ്ട്. അവരെ ജസ്റ്റ് എല്ലാ അംഗങ്ങൾക്കും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങളിൽ പോകാം. നമ്മുടെ പ്രാർത്ഥിക്കുന്ന കുട്ടികൾ കയറിയോ? നീയ കയറിയോ? ഓക്കെ. നമ്മുടെ തിരുവല്ലയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെയാണ് നമ്മൾ പരിഗണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആരംഭിക്കാം. റെഡിയല്ലേ? അവതരണം ഞാനായിരുന്നല്ലേ? ഓക്കെ. ശരി. വിഷയാവതരണമായിരുന്നു. ഇത് അവതരണമാണ് എപ്പോഴാ അറിഞ്ഞോ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. യുവാരതിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. യുവാരതി റെപ്രസെന്റേറ്റിംഗ് യൂത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നട്ടെല്ലാണ്. ദിശാബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഒരു യുവാക്കളെ വാർത്തെടുക്കാൻ നമ്മൾ യുവാരതി കഴിയണം. അതിന് നിങ്ങളുടെ ബന്ധങ്ങള്, നിങ്ങളുടെ അറിവുകളെല്ലാം അതിന് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ അജണ്ട എന്ന് പറയുന്നത് പരസ്പരം പരിചയപ്പെടുകയാണ്. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ യുവാരയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ്. പരസ്പരം പലർക്കും അങ്ങോട്ടും അറിയില്ല. ഇപ്പൊ ദീപകടം പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഫേമിലർ ആയിട്ടുള്ള കുറച്ച് ഫേസുകളുണ്ട്. എങ്കിൽ തന്നെയും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പരിചയപ്പെടുക എന്നാണ് ആദ്യത്തെ അജണ്ട. അതോടൊപ്പം തന്നെ എല്ലാവർക്കും യുവാരതിയിലെ ഭാരവാഹികൾക്ക് ഒരു അസൈൻമെന്റ് ഉണ്ട്. അത് ലാസ്റ്റ് പറയാം. നമുക്ക് പരസ്പരം പരിചയപ്പെടാം. പ്രാർത്ഥനയോട് കൂടി തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. കുട്ടികളെ പേരറിയാവോ? ഇല്ലില്ല. അപ്പൊ ഞാൻ വിളിക്കാം. മിയ അഭിജിത്ത്. ഓക്കെ. പ്രാർത്ഥന. ഏകദന്തം വിനായകം വിഘ്നഹരം ഗജാനനം. ഏകദന്തം വിനായകം വിഘ്നഹരം ഗജാനനം. ഏകദന്തം ഉമാസുതം വിഘ്നഹരം ഭജ ഗജാനനം. ഏകദന്തം ഉമാസുതം വിഘ്നഹരം ഭജ ഗജാനനം. മൂഷികവാഹന ഗജാനനം. മോദകഹസ്താ ഗജാനനം. മൂഷികവാഹന ഗജാനനം. മോദകഹസ്താ ഗജാനനം. ഏകദന്തം വിനായകം വിഘ്നഹരം ഭജ ഗജാനനം. ചാമരകർണാ ഗജാനനം. വിലംബിതസൂത്രാ ഗജാനനം. ചാമരകർണാ ഗജാനനം. വിലംബിതസൂത്രാ ഗജാനനം. വാമനരൂപാ ഗജാനനം. മഹേശ്വരപുത്ര ഗജാനനം. വാമനരൂപാ ഗജാനനം. മഹേശ്വരപുത്ര ഗജാനനം. വിഘ്നവിനായക ഗജാനനം. പാദനമസ്തേ ഗജാനനം. വിഘ്നവിനായക ഗജാനനം. പാദനമസ്തേ ഗജാനനം. ഏകദന്തം വിനായകം വിഘ്നഹരം ഭജ ഗജാനനം. അടുത്ത സ്വാഗതം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കും. സ്വാഗതം പറയാൻ വേണ്ടി
ശ്രീ ബിനീഷ് ഇടക്കരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പാഞ്ചജന്യം ഭാരതത്തിന്റെ യുവജന വിഭാഗമായ യുവഭാരതിയുടെ രൂപീകരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നമ്മുടെ മീറ്റിംഗ് ആണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെടുകയും പിന്നെ നമ്മുടെ എല്ലാവരെയും പരസ്പരം പരിചയപ്പെടുത്തുക തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടിയത്. നമ്മളില് പലരും എല്ലാവരും കുറച്ചു പേരൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, കുറച്ചു പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതേപോലെ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ മാത്രമായി കണ്ടിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ട് എല്ലാവരും അവർ എന്ത് ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങളിലെ കുറിച്ച് നമുക്കൊരു നമ്മുടെ എന്താണ് നമ്മുടെ യുവഭാരതിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിനെല്ലാം കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൂടി. അപ്പൊ എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിലേക്ക് കടങ്ങുകയാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ യുവഭാരതിയുടെ പ്രസിഡന്റ് ശ്രീ ബിനു വയസ്സിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേശീയ ചെയർമാൻ ശ്രീ ഡോക്ടർ TP ശശികുമാർ സാറിനെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ യുവഭാരതിയുടെ സെക്രട്ടറി ശ്രീ ബിജോ വിജയനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാഞ്ചജന്യം ഭാരതം ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ കല്ലേത്തിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ CGR നായർ, പിന്നെ പലരെയും എനിക്ക് പേരിട്ട് കാണുന്നില്ല, ശ്രീമതി ദീപാലക്ഷ്മി, ശ്രീ അനുരാജൻ, ശ്രീമതി സതി സുനിൽ, ശ്രീ വെങ്കടേഷ് രാജ്, എല്ലാവരെയും ഞാൻ ആദരപൂർവ്വം നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്ത അധ്യക്ഷ പ്രസംഗമാണ്. യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ ബിനു OS യുവഭാരതിയുടെ നാഷണൽ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസിഡന്റായി ക്ഷണിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട പാഞ്ചജന്യം ഭാരതം ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ കല്ലേത്ത്, നമ്മുടെ ചെയർമാൻ ശ്രീ TPS ശശികുമാർ ജി, അതുപോലെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള CGR ജി, മറ്റ് പാഞ്ചജന്യം ഭാരതത്തിന്റെ എല്ലാ എന്റെ സഹപ്രവർത്തകർക്കും വിനീത നമസ്കാരം. 2000 വിജയദശമി നാളിൽ ഇന്നത്തെ പശ്ചിമബംഗാൾ ഗവർണർ ആദരണീയനായ ശ്രീ ആനന്ദ് ബോസ് സാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് രൂപീകരിച്ച ഈ പാഞ്ചജന്യം ഭാരതം എന്ന മഹത്തായ സംഘടന ഇന്ന് ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സമയത്തിൽ പാഞ്ചജന്യം ഭാരതം യുവഭാരതിയുടെ ആദ്യത്തെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിലെ എന്നെ അധ്യക്ഷനാക്കുകയും ചെയ്തതിൽ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ നേതൃത്വത്തോട് നന്ദി പറയുകയാണ്. ഉന്നതമായ നീതിബോധത്തിലും സാംസ്കാരിക നൈതികതയിലും നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു നേതൃത്വമാണ് പാഞ്ചജന്യം ഭാരതത്തിനുള്ളത്. ഞാൻ ഇതിനു മുന്നേ മറ്റൊരു സംഘടനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാഞ്ചജന്യം ഭാരതം രൂപീകരിച്ച് അന്ന് എന്നെ ഈ പാഞ്ചജന്യം ഭാരതത്തിൽ ഗ്രൂപ്പിൽ ഒന്നും ചെയ്തില്ല. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകണം എന്ന് പറയുകയും അപ്പൊ അതിൽ ഉള്ള ആൾക്കാര് അതിൽ തയ്യാറാകാതെ വരികയും അങ്ങനെയാണ് പാഞ്ചജന്യം ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും പാഞ്ചജന്യം ഭാരതത്തിന് മാത്രമേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി 4 വർഷം മുന്നേ പാഞ്ചജന്യം ഭാരതത്തിന്റെ പ്രവർത്തനത്തിന് ഭാഗമാവുകയും അതായത് 4 വർഷം മുന്നേ എന്റെ വീടിന്റെ താഴെ വെച്ച് നമ്മൾ അയ്യപ്പ പൂജ നടത്തുകയും അവിടെ തൊട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും എന്റെ വീടും എന്റെ കുടുംബവും അതുപോലെ നമ്മുടെ എല്ലാ ആഴ്ചകളിലും എന്റെ വീട്ടിൽ വെച്ചാണ് മീറ്റിങ്ങുകളും എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. എന്റെ ജീവിതത്തിൽ പാഞ്ചജന്യം ഭാരതത്തിന് വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ല പാഞ്ചജന്യം ഭാരതത്തിന്റെ യുവഭാരതിയുടെ പ്രസിഡന്റായിട്ട് വരാൻ സാധിക്കുമെന്ന്. അതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു.
പാഞ്ചജന്യം ഭാരതം ഭാരതത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിച്ചുകൊണ്ടും ഭാരതത്തിന്റെ വരും തലമുറയിലേക്ക് ഭാരതീയ പൈതൃകത്തെ വിന്യസിക്കുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് പാഞ്ചജന്യം ഭാരതം. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യമാണ്. ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ നമുക്ക് പല സംഘടനകളിലും നമുക്ക് കാണുന്നത് എന്തെങ്കിലും ഒരു വിഭാഗത്തിന് മേൽക്കൈ കൊണ്ടുവന്നാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് മുകളിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ താഴെ ഉണ്ട് വിഭാഗം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വന്നാൽ ഞാൻ അവരെ അംഗീകരിക്കത്തുമില്ല. അപ്പോൾ പാഞ്ചജന്യം ഭാരതം അങ്ങനെയാണ്. എല്ലാവരെയും ചേർത്ത് കൊണ്ടുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. നമുക്ക് ഈ ഹിന്ദു ഐക്യം എന്ന് പറയുമ്പോൾ സാംസ്കാരികമായിട്ട് ഐക്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ പാഞ്ചജന്യം ഭാരതത്തിന്റെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് യുവഭാരതിയിലെ പ്രവർത്തകർക്ക്, യുവഭാരത പ്രവർത്തകരെ പറയുമ്പോൾ നമ്മള് എല്ലാം ജോലിയുള്ളവരാണ്, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സമയത്തിന്റെ ഒരു കുറവ് പലരോടും സംസാരിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ശ്വാസം നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പൂർവികര് അവർക്ക് ഈ സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ നമ്മളും നമ്മുടെ കുട്ടികളും യഥേഷ്ടം ജീവിക്കുന്നത്. അത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ നാളെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെ അരമണിക്കൂറെങ്കിലും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങളേവരും തയ്യാറാകണം. അത് നമ്മുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ വരും തലമുറ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വരുന്ന കുട്ടികൾ നാളെ തട്ടമിട്ട് നടക്കുന്നത് കാണാതിരിക്കാൻ ഇടയാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചേ മതിയാകൂ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നമ്മുടെ മീറ്റിംഗിന്റെ അജണ്ടയിലേക്ക് കടക്കുകയാണ്. പരസ്പരം പരിചയപ്പെടുത്തുക എന്നുള്ള കർത്തവ്യത്തോടെ എല്ലാവരും കടക്കേണ്ടത്. നമ്മുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാരവാഹികളുണ്ട്. ആദ്യമായി തന്നെ നമ്മുടെ പാഞ്ചജന്യം ഭാരതത്തിന്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ടി.പി. ശശികുമാർ സാറുണ്ട്. സാർ 2 വാക്ക്. എന്താ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. ഞാൻ ഹൈദരാബാദിൽ ബേസ്ഡ് ആണ് ഇപ്പോൾ തൽക്കാലം. മിക്കവാറും അവിടെ ഇവിടെയൊക്കെ യാത്രയുണ്ടാവും. ക്ലാസ്സുകളും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ കുറേ കുട്ടികളെ ഗൈഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണിപ്പോൾ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി. പിന്നെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഡൽഹിയിൽ നിന്നാരും കാണാറില്ല. ബാക്കി ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പാഞ്ചജന്യത്തിൻ്റെ ആരും കാണാറില്ല എന്ന് തോന്നുന്നു. അതുപോലെ ആനുകാലികമായിട്ടുള്ള ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ കീം എക്സാമിനേഷനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അത്തരം ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളും ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യണത്. മറ്റന്നാൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഗുരുപൂർണിമ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. അത് ബാലഗോകുലം ഇവിടെ മറ്റന്നാളാണ് ആഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് പോകണം. അത്ര തന്നെ. പാഞ്ചജന്യത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ കല്ലേജിയുണ്ട്. ചേട്ടാ പരിചയപ്പെടുത്തും. നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും ആശംസ. നിരവധി യുവജന പ്രസ്ഥാനങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ ചിലർ ഇത്തരം ഒരു പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ തീർച്ചയായും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ആവശ്യകത എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമായി ഉണ്ടാകണം എന്ന് പറയുന്നു. ഇനിയും ആയിരക്കണക്കിന് സംഘടനകൾ ഭാരതത്തിൽ ഉണ്ടായാലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധമുള്ള വിഷയങ്ങൾ
നമ്മൾ നേരിടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ അധ്യക്ഷൻ വളരെ 2 വാക്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. 2 അല്ല, യൂട്യൂബിനകത്ത് നിങ്ങളെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെ ഒരു മീറ്റിംഗ് വെക്കേണ്ടി വരും. അപ്പം ആ അറിവുകളെയൊക്കെ ഉപയോഗപ്പെടുത്താൻ, വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ, അതിനെ ജനറലായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയുന്നില്ലെന്നുള്ളതാണ് ഇന്ന് എല്ലാ സംഘടനകളും നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. നമ്മൾ താൽക്കാലികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പരിമിതമായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് പലതും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിഴവുകളാണ് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം, തീർച്ചയായും നമ്മുടെ കൂടെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പം ശശികുമാർജിയെ ഞാൻ പരിചയപ്പെടാനും ഇഷ്ടപ്പെടാനും ഈ സ്ഥാനത്തേക്ക് അദ്ദേഹം വരാൻ ആഗ്രഹിക്കുകയും ചെയ്ത ചില കാര്യങ്ങളൊന്നും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം, വിശ്വാസം, ആചാരം, സനാതന നിയമം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സ്പിരിച്വലായ ആസ്പെക്റ്റിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ പണ്ട് പോയിരുന്ന് ബാല തുടങ്ങുമ്പം ഭഗവാൻ കൃഷ്ണൻ വരുന്നു, ഭഗവാൻ ശിവൻ വരുന്നു, തപസ് ചെയ്യുന്ന ഒരാള് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വത്സ, നീ കണ്ണു തുറക്കൂ, നിന്നെ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിനക്ക് എന്ത് വരം വേണം, കുറെ വരമൊക്കെ കൊടുക്കുന്നു. ഈ വരമൊക്കെ ആയിട്ട് ആള് ജീവിക്കുന്ന കഥകളാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിലേക്കൊക്കെ പഠിച്ചു വരുന്നത് സാധാരണഗതിയിൽ. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ ആള് കൂടുന്ന ഒരു കാര്യം നിലയിലൊക്കെ പോയി കണ്ട് ഈ തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു വിശ്വാസ സംഹിതയാണ്. അപ്പം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലോജിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും ഇതിന്റെ ശാസ്ത്രീയത, ഭാരതത്തിന്റെ ആചാരത്തിന്റെ ശാസ്ത്രീയത പഠിപ്പിക്കുവാൻ നമുക്ക് ഇടങ്ങളില്ല. പഠിപ്പിക്കാൻ അറിവുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് ശിഷ്യന്മാർ എത്തുന്നില്ല. TPS പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പാഠശാലയിൽ നമ്മൾ എത്തുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞാൽ, ഭാരതം എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അറിവിന്റെ മേഖലയിലാണ്. അപ്പൊ ആ അറിവിന്റെ മേഖലയിൽ നിൽക്കുന്ന രാജ്യത്തെ നമുക്ക് എത്രത്തോളം, ഞാൻ ഉൾപ്പെടെ എന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ, നമ്മുടെ കലാലയത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ, കഴിയുന്നില്ല എന്നൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായും ശാസ്ത്രത്തെയും നമ്മുടെ വിശ്വാസങ്ങളെയും കൃത്യമായി പഠിപ്പിക്കാൻ പറ്റുന്ന പ്രഗത്ഭനായ ഭാരതത്തിലെ ഒരു എണ്ണാവുന്ന, കൈവിരലിൽ എണ്ണാൻ പറ്റുന്ന അധ്യാപകരിൽ ഒരാളാണ് നിങ്ങളുടെ സംഘടനയെ ദേശീയ തലത്തിൽ നയിക്കുന്ന TP ശശികുമാർജി. അദ്ദേഹമൊക്കെ ആയിട്ട് നിരന്തരമായ ബന്ധം, നമ്മുടെ ഇതിന്റെ അഡ്വൈസറി ബോർഡിലെ ഒരാളിനെ നിർദ്ദേശിച്ചിരുന്ന നമ്മുടെ ലാൽകൃഷ്ണ, നിങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ആധ്യാത്മികമായി ഇത്തരം സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നിങ്ങളുടെ ടീമിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ നമ്മൾ സാധാരണ വിദ്യാഭ്യാസവും ജോലിയും ഒരു കോളേജ് പ്രൊഫസറൊക്കെ കഴിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കാണുമല്ലോ, കൈയൊക്കെ കെട്ടി ഷൂ ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ ശശികുമാർജി ആദ്യമായിട്ട് നമ്മുടെ അയ്യപ്പൂരിക്ക് ഇവിടെ ഡൽഹി വരുമ്പോൾ കാണുന്നത് ഒരു സാധാരണ മനുഷ്യരായിട്ടാണ്. അപ്പം നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത്രമേൽ ലളിതമാണ്. അപ്പം അറിവിന്റെ ആ ഒരു വ്യാപ്തി വർദ്ധിക്കുമ്പോൾ ആണ് ഒരു മനുഷ്യൻ വളരെ സിമ്പിളാകുന്നത്. അപ്പം അദ്ദേഹത്തെ നമ്മുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലാണ് നമ്മുടെ ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അതിനൊക്കെ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ, ജനറൽ സെക്രട്ടറി, നമ്മുടെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാര്, മറ്റ് കമ്മിറ്റി അംഗങ്ങള്, നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ നമ്മുടെ ദേശീയ നേതാക്കന്മാര്, അധ്യക്ഷൻ ഉൾപ്പെടെ എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയൊക്കെ ആശംസ നൽകുന്നു. നമ്മുടെ 17-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഗ്ലോബൽ നമ്മുടെ ശ്രീരാമസാഗരം ഇന്റർനാഷണലിൽ നടക്കുന്ന നമ്മുടെ പരിപാടി കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ആധ്യാത്മിക പ്രവർത്തകരുടെയും വലിയൊരു ഈവന്റ്. മറ്റ് നിരവധി ആൾക്കാർ നമ്മുടെ സംഘടനാ രൂപീകരണത്തിന് ശേഷവും നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ, ഇന്ന് തന്നെ നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി ഈ മുരളീധരൻ ജി അദ്ദേഹം നമ്മളെ ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം നമ്മുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമസാഗർ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തിരുമാറ്റായ കൃഷ്ണകുമാർ കുറച്ചു മുമ്പ് സംസാരിച്ചു. അങ്ങനെ നിരവധി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടികളൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ യുവാക്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിൽ. അപ്പം അതിനൊക്കെ ഇടയായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ചതിലും 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഈ ഭാരവാഹികളായ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മുടെ അധ്യക്ഷൻ ഈ മീറ്റിങ്ങിലുണ്ട്. നമ്മുടെ നാഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ദിവാരം നമ്പ്യാർ, ഡൽഹിയുടെ ചുമതലയുള്ള അദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിലുണ്ട്. നമ്മുടെ സീനിയർ നേതാക്കന്മാർ ഒരാളായിട്ടുള്ള CJR ഉണ്ട്.
അവിടെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ച് നിങ്ങളിത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നമസ്കാരം, എല്ലാവർക്കും നന്ദി. വളരെ നന്ദി വിനോദ്ജി. ശ്രീചേട്ടാ ചുരുങ്ങിയ വാക്കുകൾ പരിചയപ്പെടുത്തും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയതായിട്ട് രൂപീകരിച്ച യുവഭാരതിയുടെ അധ്യക്ഷനായി നമ്മുടെ ബിജോ അല്ലേ ബിജോ അല്ല, പ്രസിഡന്റ് ബിനു ആണ്. പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറി ബിജോ. ആ ഓക്കെ. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അഭിനന്ദനം അറിയിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, എല്ലാവരും വിനുവൊക്കെ പറഞ്ഞു, നമ്മള് 2000 തുടങ്ങിയ നമ്മുടെ പാഞ്ചജന്യ ഭാരതം ഇന്ന് വളർന്ന് ഒരു വടവൃക്ഷം മാതിരി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല നല്ല ശിഖരങ്ങളും നല്ല നല്ല അത് കായികനിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ, നല്ല നല്ല ചുടുപ്പോടുകൂടിയ ശാഖകളും ഒക്കെ ആയിട്ട് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. പിന്നെ നമ്മുടെ എല്ലാ വർഷവും നമ്മൾ ശ്രീരാമസാഗരം പ്രോഗ്രാം നടത്തുന്നുണ്ട്. 41 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്, ഓൺലൈനായിട്ടും മോസ്റ്റ്ലി ഓൺലൈനായിട്ടും. അപ്പൊ ഈ വർഷം നമ്മള് പിന്നെ നമ്മുടെ ശശികുമാർ സാറിന് പറഞ്ഞ അനുസരിച്ചിട്ട് ശ്രീരാമസാഗരം, രാമായണം, വേൾഡ് അല്ലെ, വേൾഡ് അത് മൊത്തം നമ്മുടെ മൊത്തം രാഷ്ട്രത്തിൽ പിന്നെ പരക്കെ അറിയപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വളരെ സമ്മതമായി. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തില്. പിന്നെ നമ്മള് ഡൽഹിയില് നമ്മള് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പം ഈ രാമായണ മാസത്തില് തുടക്കം മുതൽ നമുക്ക് രാമായണം വായിക്കുന്ന ഒരു ശീലം ഇടുന്നത് നല്ലതാണ്. അതിന് എവിടെ നമ്മുടെ ഇപ്പോഴത്തെ പാഞ്ചജന്യത്തിന്റെ ആ ഹോളില് തുടങ്ങിയ ഒരു എന്നും പേരിനെങ്കിലും ഒരു പിന്നെ 10 പേര് കൂടിയോ അല്ലെങ്കിൽ 3-4 പേര് കൂടിയിട്ട് വിളക്ക് കത്തിച്ച് രാമായണം ഒരു കുറച്ച് പേരെങ്കിലും ദിവസം വായിച്ചിരുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. പിന്നെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ ഇന്ന് ഈ ലോകത്ത് കാണപ്പെട്ട ദൈവം സൂര്യനാണ്. അപ്പൊ സൂര്യഭഗവാനെ വന്ദിച്ച് നമ്മൾ ദിവസവും സൂര്യഭഗവാനെ വന്ദിച്ചിട്ടുള്ള ഒരു കീർത്തനം നമ്മുടെ രാമായണത്തിൽ ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ അത് ദിവസവും കുട്ടികൾക്ക് അത് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് നല്ലതാണെന്ന് എന്റെ മനസ്സിൽ തോന്നി. അത് ഞാൻ പറയുകയാണ്. ആദിത്യ ഹൃദയം എന്നുള്ള സൂര്യ നമസ്കാരം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ വേണം. പിന്നെ എനിക്ക് സമയം അനുസരിച്ചിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ നടത്തുന്ന പ്രോഗ്രാമിനകത്ത് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മറ്റേ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പറയാനില്ല. വിനോദ് എല്ലാം പറഞ്ഞു. നമ്മുടെ ശശികുമാർ സാർ പറഞ്ഞു. ശശികുമാർ സാറിന്റെ പറഞ്ഞു ഈ സാറിന്റെ ഈ ഗീത ക്ലാസ്സിൽ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല, പാഞ്ചജന്യത്തിന് ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സാറൊന്ന് നമ്മുടെ ഗ്രൂപ്പിനകത്തായിട്ട് ലിങ്ക് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ കയറിക്കോളും ആൾക്കാര്. ലിങ്ക് അയച്ചാൽ മതി. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കയറും. ഞാനത് സ്പ്രെഡ് ചെയ്തോളാം. ആ ലിങ്ക് പലർക്കും അയച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർ ചേർത്ത്. അത് നല്ലൊരു ഇതാണ്. എത്ര നാളായിട്ട് സാറ് തുടങ്ങിയിരിക്കുന്നു ഈ പ്രോഗ്രാം? ചേട്ടാ, സമയത്തിന്റെ കുറവ്, നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അതിനകത്ത് സംസാരിക്കാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അജണ്ട എന്ന് പറയാൻ പരസ്പരം പരിചയപ്പെടുകയാണ്. എല്ലാവരും അവരവരുടെ പേര്, പാഞ്ചജന്യത്തിൽ അവരവരുടെ പൊസിഷൻ എന്താണ്, ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്, ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാരവാഹികളെ പരിചയപ്പെടാം. ഞാൻ നീട്ടുന്നില്ല. എന്റെ പേര്, ഞാൻ തുടക്കം മുതൽ ഡൽഹിയിലെ സെക്രട്ടറി ആയിട്ട് 4 വർഷം ഇരുന്നു. ഡൽഹി സെക്രട്ടറി ആയിരുന്നു ഞാൻ. CGR നായർ. ഞാൻ അശോക് വിഹാറിലാണ് താമസിക്കുന്നത്, ഡൽഹിയിലെ അശോക് വിഹാറിൽ. പിന്നെ മാക്സിമം പ്രോഗ്രാമിനകത്തൊക്കെ എല്ലാം പിന്നെ ഓഫ്ലൈനായിട്ട് ഞാൻ എന്നെ കണ്ട് കഴിയുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
ആരോഗ്യസ്ഥിതി അല്പം മോശമായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അധികം അത്ര ആക്റ്റീവായിട്ട് എന്നും എത്തപ്പെടാത്തത്. അത് ഇനി ദൈവം അനുഗ്രഹിച്ച് അതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രചോദനം ഉണ്ടാകട്ടെ. ഈ പ്രോഗ്രാം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീചേട്ടാ. ചേട്ടാ, ശ്യാമള ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഉണ്ടോ? ബിനീഷ്, ശ്യാമള ചേച്ചി ഉണ്ടോ? സതി ചേച്ചി, ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തിക്കും. സതി ചേച്ചി പോയോ? ആ ചേച്ചി ചുരുങ്ങിയ വാക്കുകളൊന്ന് പരിചയപ്പെടുത്തി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതി സുനിൽ, ഡൽഹിയിലാണ് താമസിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു നേഴ്സായിട്ട്. നാട്ടില് മുട്ടാർ, ആലപ്പുഴ ജില്ലയാണ്. പാഞ്ചജന്യ മാതൃഭാരതി നാഷണൽ സെക്രട്ടറിയാണ്. അങ്ങനെ പോകുന്നു. ബാക്കി നമ്മുടെ ഈ ഒരു ടീമിന്, അതായത് യുവജന ഭാരതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. കുറെ കാലങ്ങൾ തൊട്ടേ ആഗ്രഹിച്ച കാര്യമാണ് നമ്മുടെ യുവജനങ്ങളെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അറിയാമല്ലോ, നമ്മുടെയൊക്കെ ഓരോ വീടുകളിലും മാതാപിതാക്കൾ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. യുവജനങ്ങളെ ഒന്ന് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായതിനാല് അത് ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചതാണ്. ബിനുജിയോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു കാര്യങ്ങളെ കുറിച്ച്. നമ്മുടെ യുവജനങ്ങളെ ഒന്ന് വെളിയിലോട്ട് കൊണ്ടുവരാൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലേ അവരെ നമുക്ക് കൊണ്ടുവന്ന് ഇതിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതിന് ഒരു ആരംഭം ആയിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും. നന്ദി, നമസ്കാരം. വളരെ ചേച്ചി. കേരള ദിവാകരൻ നമ്പൂതിരിയായിട്ട് ഉണ്ടായിരുന്നുണ്ടോ? ഉണ്ട്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. സോറി, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് നേരം വൈകിപ്പോയിരുന്നു, അതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ടോ? ശരി. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് കേണൽ ദിവാകരൻ. ഞാൻ ആർമിയിലായിരുന്നു. 30 വർഷം സർവീസ് ചെയ്തു. അതിനുശേഷം റിട്ടയറായി ഇപ്പം ഡൽഹിയിലാണ്. ഡൽഹിയിൽ ദ്വാരകയിൽ താമസിക്കുന്നു. പിന്നെ പാഞ്ചജന്യത്തിൽ എനിക്ക് നാഷണൽ സെക്രട്ടറി ആയിട്ട് ഇപ്പം പിന്നെ നാഷണൽ സെക്രട്ടറിയാണ്, അതിന്റെ ചുമതലയാണ് ഉള്ളത്. പിന്നെ ആദ്യം തന്നെ ഈ യോഗം ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ യുവ സംഘടനയുടെ യോഗത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റും സെക്രട്ടറിയുമായ പ്രസിഡന്റ് മിനു ഓയസിനും സെക്രട്ടറി ബിജു കെ വിജയനും പിന്നെ മറ്റുള്ള ഭാരവാഹികൾ ബിനീഷ്, പിന്നെ സതി, പിന്നെ മറ്റുള്ള എല്ലാവർക്കും പിന്നെ ഇതില് വളരെ വളരെ ആശംസകൾ. ഈ സംഘടന വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ. പിന്നെ ഞാൻ പാഞ്ചജന്യത്ത് കണ്ടത് എന്താന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു കോർഡിനേഷനും കോപ്പറേഷനുമാണ് യങ് ലോട്ടുമായി. പൊതുവെ നമ്മൾ പറയില്ലേ, പ്രായമുള്ളവർ പെട്ടെന്ന് എത്ര ഉഷാറായാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ യുവജനങ്ങളുടെ ഭാഗം അവരെ ആക്ടിവിറ്റിയാണ് വേണ്ടത്. അപ്പൊ അതിന് യുവജന സംഘടനയാണ് ഏറ്റവും ആക്റ്റീവായിട്ട്. ഏതൊരു സംഘടനയും വളർച്ച എന്ന് പറയുന്ന യുവജനങ്ങളാണ്. അവർക്കുള്ള ഈ സംഘടന വളരെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവിധ ആശംസകളും ഈ സംഘടനക്ക്. പിന്നെ അധികം ചെറിയ സമയമുള്ളത് കൊണ്ട് അമിതമായിട്ടൊന്നും പറയുന്നില്ല. ഇത് സംഘടന വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ, അതായത് TPS സാറിന്റെ അണ്ടറിൽ വളരെ നന്നായിട്ട് പാഞ്ചജന്യം പോകുന്നുണ്ട്. ഈ പരിപാടി അടുത്തതായിട്ടുള്ള ഈ നമ്മുടെ രാമായണ ഈ പാരായണത്തിന്റെ പരിപാടിയും വളരെ നന്നായി മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി ചേട്ടാ. മാതൃഭാരതി ഡൽഹി ഘടകത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അമ്പിളി ബിനു ചേച്ചി ഉണ്ടോ? ഇല്ല. സെക്രട്ടറി സീന മനോജ് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ? ഇല്ല. ബിനീഷ, വേറെ ആരെങ്കിലും ഉണ്ടോ മീറ്റിംഗില്? ഞാൻ വന്നു. സീന വൈസ് പ്രസിഡന്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീന മനോജ്. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. നാട്ടില് പത്തനംതിട്ട ജില്ല മെഴുവേലി. ഞാൻ പാഞ്ചജന്യം ഭാരതം ഡൽഹി ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്.
ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ യൂത്തിലെ എല്ലാ യുവഭാരതിയുടെ എല്ലാ ആൾക്കാർക്കും എല്ലാ സംഘാടകർക്കും എൻ്റെ ആശംസകൾ. നല്ലൊരു യൂത്തായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ മാതൃഭാരതിയുടെയും ഡൽഹി ഘടകത്തിന്റെയും എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം. യുവഭാരതിയുടെ ഭാരവാഹികളെല്ലാം വീഡിയോ ഓൺ ചെയ്യണം. ഓഫ് ചെയ്ത് വെച്ചേക്കുന്ന യുവഭാരതിയുടെ ഭാരവാഹികളെല്ലാം വീഡിയോ ഓൺ ചെയ്യുക. പിന്നെ അടുത്ത മീറ്റിംഗ് പോലും എല്ലാവരും നിർബന്ധമായിട്ട് ഒരു പേനായും ഒരു പേപ്പറും ഒരു ബുക്കും ഡയറിയും കരുതുക. ഇവരൊക്കെ ആരൊക്കെയാണെന്നുള്ള കുറിച്ച് വെക്കുക. പറയുന്ന പോയിന്റുകളെല്ലാം നോട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റ് ചേട്ടനെ പറ്റി എല്ലാവരും പരിചയപ്പെട്ടിരിക്കുക. എന്നെയാണോ വിളിച്ചത്? ചേട്ടന്റെ പേര്, ചേട്ടൻ എവിടെ താമസിക്കുന്നത്, എന്ത് ജോലി ചെയ്യുന്നു, അതൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ ഒരു മിനിറ്റ്, നമ്മുടെ സനൽകുമാർ ഉണ്ട്. സനലിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. നമ്മുടെ വൈസ് പ്രസിഡന്റ് സനൽ കാട്ടൂർ. ബിജോ എല്ലാവർക്കും നമസ്കാരം. പാചകത്തിൽ ഡൽഹി വൈസ് പ്രസിഡന്റാണ്. ഞാൻ 33 വർഷമായിട്ട് ഡൽഹി താമസിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തിലെ ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവരെ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും ഇനിയും അതുപോലെ ഉള്ള കാര്യങ്ങളിലെ ഹൈന്ദവ ഏകോപനവും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രശ്നമായി ഇനിയുള്ള പരിപാടിക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലും എന്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് കാട്ടൂർ സല്ലാണ്. പേര് വന്നില്ല, കാട്ടൂർ സല്ല്. ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ കോഴഞ്ചേരി കാട്ടൂരാണ്. ഡൽഹിയിലെ പട്ടേനർ ടൗൺ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഇൻചാർജ് ജോലി ചെയ്തു. നമസ്കാരം. അപ്പൊ നമ്മുടെ പാഞ്ചേരിയും ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറി നരസിംഹ എംബ്രോയിഡറി ചേട്ടനുണ്ട്. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തി. ചേട്ടാ നരസിംഹ ചേട്ടാ. ചേട്ടനുണ്ട്. ചേട്ടന്റെ പ്രശ്നമുണ്ടോ? ലാസ്റ്റ് സംസാരിക്കാം. ഓക്കെ ഓക്കെ. ബിനു ചേട്ടാ കണ്ടിന്യൂ ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിനു. നാട്ടിലെ ആറന്മുളയാണ്. ഞാൻ ഡൽഹിയിലെ ഉത്തമർ നവാദ ആണ് താമസിക്കുന്നത്. 2010 മുതൽ ഡൽഹിയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ സ്പൈനൽ ഇഞ്ചുറി ഹോസ്പിറ്റലിലെ MRI ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കി ഫാമിലിയൊക്കെയായിട്ട് ബാവലിയുണ്ട്, അച്ഛനുണ്ട്. ഫാമിലിയൊക്കെയായിട്ട് ഇവിടെ താമസിക്കുന്നു. എന്റെ പേര് ബിജോ കെ വിജയൻ എന്നാണ്. ഞാൻ നാട്ടിലെ പത്തനംതിട്ട റാന്നി, ഡൽഹിയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഞാൻ ഇവിടെ മെദാന്ത മെഡിസിറ്റി എന്നൊരു ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത ബിനീഷ്. അവർക്ക് നമസ്കാരം. എന്റെ പേര് ബിനീഷ് ഇടക്കരി. ഞാനിവിടെ ഡൽഹിയിൽ ഉത്തംനഗറിൽ താമസിക്കുന്നു. നാട്ടിലെ കോട്ടയം ജില്ലയിൽ വൈക്കം. ഇവിടെ ഡൽഹിയിൽ ഒരു 2013 മുതൽ ഡൽഹിയിലുണ്ട്. സംഗീത എസ് പിള്ളയുണ്ടോ? സംഗീത പിള്ളை. പ്രൊഫസർ സംഗീത പിള്ളை. പ്രൊഫസർ സംഗീത പിള്ളை. അരവിന്ദ് എസ് കുമാർ. ഇല്ല. നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടുത്തിക്കോളൂ. അജീഷ് കുമാർ. ദീപ മേഡം. നമസ്കാരം. എൻ്റെ പേര് ദീപാലക്ഷ്മി എന്നാണ്.
ഞാനിപ്പം ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ 84 മുതൽ ഡൽഹിയിലായിരുന്നു. 2022 ബാംഗ്ലൂരോട്ട് മാറിയത്. അതായത് പാഞ്ചജന്യ ഭാരതത്തിന്റെ പോഷക സംഘടനയായ യുവ ഭാരതിയുടെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. എല്ലാവർക്കും നന്ദി. എന്താണ് പ്രൊഫഷൻ? ഞാൻ പ്രൊഫഷണലി ഒരു ആർക്കിടെക്റ്റ് ആണ്. കേരള ഹൗസിൽ ഒരു 9 ഇയേഴ്സോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഡൽഹി കേരള ഹൗസ്. ഇപ്പൊ സ്വന്തം പ്രൊജക്ടുകളായിട്ട് ബാംഗ്ലൂരാണ് ഉള്ളത്. അധികം താമസിക്കാതെ തന്നെ ഡൽഹിയിൽ തിരിച്ചു വരുന്നതായിരിക്കും ഒരു 1 ഇയറിനകത്തില്. കാര്യം കുട്ടികളുടെ മോൻ +2 പഠിക്കുകയാണ്. അപ്പൊ അവന്റെ ഒരു ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ വന്ന് നമ്മുടെ സംഘടനയുമായി വളരെയധികം എന്താ പറയാ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാം സഹകരണവും സപ്പോർട്ടും വേണം. ഒരു പ്രത്യേക നന്ദി അല്ല, വളരെയധികം നന്ദി അറിയിക്കാനുള്ളത് വിനോദ്ജിയോടാണ്. കാര്യം ഞാൻ ഒരു സംഘടനയുടെയും ഭാഗമായിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള ഒരു സംഘടനയുടെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. അപ്പൊ അതിന്റെ നന്ദി പ്രത്യേകം അങ്ങേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതിനായിട്ട് ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രൊഫസർ സംഗീത പിള്ളൈ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീത പിള്ളൈ. ഞാൻ NIT ജയ്പൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ആർക്കിടെക്ട് ആണ് ബൈ ട്രെയിനിങ് ആൻഡ് നടത്തിയ ഇവന്റിലും ഒരു മിനിറ്റ് നരസിംഹചേട്ടൻ ഒന്ന് മൂട്ട് ചെയ്ത സൗണ്ട്. പാഞ്ചജന്യം ഭാരതത്തെ ഇവന്റുകളൊക്കെ കണ്ടു. അപ്പോ ഇത്തരത്തിലുള്ള ഇവന്റുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സന്തോഷമുണ്ട്. എന്താ പറയാ, ഞാൻ വർക്ക് ചെയ്യുന്നത് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ആർക്കിടെക്ചർ, സ്ഥാപത്യവേദം, വാസ്തുശാസ്ത്രം, മതിയായ സബ്ജക്ട് ഡിസൈൻ. കൂടാതെ സമ്പ്രദായം ഇന്ത്യൻ നോളജ് സിസ്റ്റം ഡൊമൈൻസിലും ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ നമ്മുടെ NIT എന്നുള്ള മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ സംഘടനാപരമായിട്ട് നമ്മുടെ പല പ്രകല്പങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുമതലകളും വഹിക്കുന്നു. പക്ഷേ ഐഡന്റിറ്റിയെ, മലയാളത്തിന്റെയും ഒരു ഭാരതത്തിന്റെ ഐഡന്റിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് ആദ്യമാണ്. അതിൽ സന്തോഷമുണ്ട്. വരുന്ന ശ്രീരാമസാഗരം പോലെയുള്ള പരിപാടികളിൽ നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി. ഇത്തരത്തിലുള്ള ഒരു ഇവന്റിൽ എന്നെ പാട്ടാക്കിയതിൽ, ഇത്തരത്തിലുള്ള ഒരു സംഘടനയായിട്ട് എന്നെ പാട്ടാക്കിയതിൽ നന്ദി. കഴിയുന്ന തരത്തിലെല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ സൗത്ത് എന്ന് പറയുന്നത് പേര് കൊടുത്തിട്ടില്ല. നമസ്കാരം, എൻ്റെ പേര് വെങ്കടേഷ് രാജ്. ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇപ്പൊ ഇവിടെ ഡൽഹിയില് 2007 തൊട്ട് ഡൽഹിയിൽ വന്നും പോയിരിക്കുന്നു. ബൈ പ്രൊഫഷൻ ഞാൻ മർച്ചന്റ് നേവിയിലായിരുന്നു ഫോർ ലാസ്റ്റ് 14 years. 2019 തൊട്ട് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, സൗത്ത് നേവൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഗാർമെന്റ്സ് പ്രൊഡക്ഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഫാമിലി എല്ലാം ഡൽഹി തന്നെയാണ്. ഡൽഹി മാൽവ്യ നഗറിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇതിന്റെ ഭാഗമാക്കി ഇപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു കുറച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന്. അപ്പം അതിനുള്ളൊരു വഴി കിട്ടിയില്ല. ഇപ്പം വിനോദ്ജിയായിട്ടൊരു വഴി കാണിച്ചു തന്നു. അതിന് വിനോദ്ജിക്ക് നന്ദി. എല്ലാവർക്കും നന്ദി. എന്നെ കൊണ്ട് കഴിയുന്ന ഒരുപാട് അറിവ് ഒന്നുമില്ല, എന്നാൽ പറ്റുന്നത് പോലെ അറിയാവുന്നത് പോലെ എല്ലാത്തിനും കൂടെയുണ്ട്. താങ്ക് യു വെരി മച്ച്. അനുരാജി. അനുരാജ് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ലെഫ്റ്റ് ആയി. വേറെ ആരാ ഉള്ള ഇപ്പം യുവഭാരതിയുടെ ഭാരവാഹികളായിട്ടുള്ള? നമസ്കാരം. മനോജ് ഭായ്. നമസ്കാരം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഡ്രൈവിംഗിലാണ്, വണ്ടി റോഡ് സൈഡിൽ നിർത്തിയേക്കാണ്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഞാൻ പാഞ്ചജന്യ ഭാരതത്തിന്റെ യുവഭാരതി ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയേക്കുന്നത്. പേര് അഭിലാഷ് കണ്ണൻ. ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയാണ്. ഇപ്പോ
നിലവില് ഹിന്ദു ഐക്യവേദിയുടെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പൊ മീറ്റിംഗിന് വേണ്ടിയിട്ട് സൈഡാക്കിയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ യുവഭാരതി ഇപ്പൊ വിനോജിയൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. വിനോജിയെ എനിക്കൊരു 2-3 വർഷമായിട്ട് അറിയാം. അപ്പോ വിനോജിയുടെയും പഞ്ചജന്യ ഭാരതത്തിന്റെ ആശയങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം പലരും പറഞ്ഞു എനിക്ക് പിന്നെ പല സംഘടനയായിട്ടും പലരും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി ഹിന്ദു ധർമ്മ പ്രചരണം, ഇപ്പൊ നമ്മുടെ പുതിയ തലമുറകളിലേക്ക് ഹിന്ദു ധർമ്മത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഫുൾ ടൈം വർക്ക് ചെയ്യാനൊന്നും എല്ലാവർക്കും പറ്റില്ല. എല്ലാവരുടെയും ജോലി, കുടുംബം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും അതൊക്കെ ആയിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെയും കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഘടനയെ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് നമ്മളിപ്പോ ഇന്ന് ഈ മീറ്റിങ്ങുള്ളതെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഈശ്വരൻ തന്ന ഈ ഒരു സൗഭാഗ്യത്തെ പരമാവധി ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാനും ഫലവത്താക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സോറി, എന്താണ് പ്രൊഫഷൻ എന്ത് ചെയ്യുന്നു? LLB സ്റ്റുഡന്റ് ആണ്. കൂടാതെ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരില്. ഇൻഡസ്ട്രിയൽ സ്പെയർസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. മനോജ് കുമാർ. മനോജ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്. നാട്ടിലെ പന്തളമാണ്. ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് ഉള്ളത്. ഞാനും വർഷങ്ങളായിട്ട് വിനോദ്ജിയെയും എല്ലാവരെയും അറിയാവുന്നതാണ്. എങ്കിലും ഇതുവരെ ഒരു പദവി എടുക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. ചേർന്ന് എന്ന് പ്രവർത്തിച്ചു പോവുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു ആഗ്രഹം. ഇപ്പം യുവജന ഭാരതിയിലേക്ക് നമ്മളെയും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് സമൂഹത്തിന്റെ വർക്കാണ്. പിന്നെ ഒരു കേരള സ്റ്റോർ, ഇതാണ് നമ്മുടെ പ്രൊഫഷൻ ആയിട്ടുള്ളത് ഇപ്പോഴേ. പിന്നെ ബാക്കി നമ്മുടെ പാഞ്ചജന്യ ഭാരതത്തിലും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇനിയും ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിളായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നേറണം എന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു വഴികാട്ടി നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. എല്ലാവരുടെയും കൂടെ നമ്മളും ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. നരസിംഹൻ ചേട്ടൻ അവൈലബിൾ ആണോ? കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അമ്പിളി വിനു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡൽഹിയിൽ നിന്നാണ്. ഗംഗാറാം ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. യുവജന ഭാരതിയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകാനും ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ബിന്ദു വിനോദ്. ബിന്ദു ചേച്ചി. ഒരു ജി ശ്രീകുമാർ ജി കാണുന്നു. ഓക്കെ. ശ്രീകുമാർ ജി. കേരളത്തിന്റെ പഞ്ചജന്യ ഭാരതത്തിന്റെ ചുമതലക്കാരനാണ്. ഞാൻ കുറച്ചു നാളായി ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗികമായ ഭാരവാഹിത്വം ഏൽക്കുന്ന വിനോദ്ജി ഇപ്പൊ എന്നെ സംസ്ഥാന ചുമതല ഏൽപ്പിക്കാൻ നമ്മുടെ പാർട്ടിയുടെ മരിച്ചുപോയ നമ്മുടെ മുൻ വീഡിയോ ശശികുമാർ സാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് എനിക്കിങ്ങനെ ഒരു സ്ലോട്ടിലേക്ക് എന്നെ പിടിച്ച് കയറ്റിയിരിക്കുന്നത്. ഞാൻ നേരത്തെ MG യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ PRO ആയിട്ടും
കെൽട്രോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലെ ചീഫ് പിയറോ ആയിട്ടും വർക്ക് ചെയ്ത് അതിനുശേഷം റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒരു വക്കീലായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. എന്റെ പ്രധാന ഒരു 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 എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിങ് ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റുഡൻസ്, കരിയർ ഗൈഡൻസ്, കരിയർ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ആസ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്സ്. ഇതാണ് ഞാൻ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട, യുവാക്കളുമായി ബന്ധപ്പെട്ട, കുട്ടികളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രധാന മെയിൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാനം അതാണ്. ഐ ബി ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് എനി ഓഫ് ദ ആക്ടിവിറ്റീസ് വിച്ച് യു ക്യാൻ ഹോപ്പ് ഫോർ എനിവെയർ in the country on anything. നമുക്ക് അറിയാവുന്ന 8ാം ക്ലാസ് മുതൽ മേളിലേക്ക് PG, ഡോക്ടറൽ, പോസ്റ്റ് ഡോക്ടറൽ ലെവൽ വരെയുള്ള ഏത് ഇതിലേക്കുള്ള അവന്യൂസ് അവൈലബിൾ ഇൻ ദ കൺട്രി, അബ്രോഡ് ആൻഡ് അബ്രോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു വി ക്യാൻ തിങ്ക് ഓഫ് ആസ് ഫർ ദ പുതിയ നിങ്ങൾ ചെയ്യണം. ഇപ്പം റീസെന്റ് 1-2 ദിവസം അഗ്നിവീറിന്റെ എയർഫോഴ്സിലേക്കുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 ലക്ഷം രൂപ ഫീസ, ഒരു നയാ പൈസ മുടക്കാതെ യു ക്യാൻ ബിക്കം എനി ഓഫ് ദി അസ്പയറിംഗ് സ്റ്റുഡന്റ് ഓർ യങ്സ്റ്റർ ക്യാൻ ബിക്കം എ പൈലറ്റ് വിതൗട്ട് സ്പെൻഡിങ് എ പെനി ഫ്രം ദെയർ പോക്കറ്റ് ആൻഡ് അഷ്വർഡ് ഓഫ് എ ജോബ്, ഡീസന്റ് ജോബ് ഫോർ ദ ലൈഫ് ടൈം ടേക്കൻ കെയർ ഓഫ്, ഈവൻ ദ പോസ്റ്ററിറ്റി. അപ്പം അങ്ങനെയുള്ള അനേകായിരം അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആൻഡ് അഗ്നിവീറിന്റെ കേസിനകത്ത് പ്രത്യേകമായി നമ്മുടെ ഭാരതീയമായ ഒരു സങ്കല്പപ്രകാരം അതിന് കുറച്ചുകൂടെ ഊന്നൽ നൽകി നമ്മൾ അതിന് ഇതിനകത്ത് നിങ്ങൾ യൂത്തിന്റെ ഒരു യൂത്ത് എംപവർമെന്റുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി വിച്ച് ഇസ് ടേക്കിംഗ് ചാർജ് എടുക്കുന്നത്, നിങ്ങൾക്ക് അതിനുവേണ്ടി അഗ്നിവീറുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനത്ത് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ടുള്ള പ്രചരണം നടത്തണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന. എന്നാൽ അത് അനൗൺസ് ചെയ്ത് ഉടനെ ഉണ്ടായിട്ടുള്ള പ്രക്ഷുബ്ധമായ രംഗങ്ങളെ കുറിച്ച് നമുക്കറിയാം, അതിന്റെ റീസണിങ് നമുക്കറിയാം. ബട്ട് വി ആർ നോട്ട് ഓപ്പണിങ് അപ്പ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഇൻട്രൊഡക്ഷൻ നിർത്തുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ ഇൻകംബൻസ്. താങ്ക് യു. ഇനി ആരെങ്കിലും ഏകദേശം മീറ്റിംഗ് ഉള്ളവരെല്ലാരും സംസാരിച്ചെന്നാണ് തോന്നുന്നത്. വെങ്കടേഷ് സംസാരിച്ചായിരുന്നു. ഒരു ബീന ചോദിച്ചിട്ടുണ്ട്. ബീന എം ജെ അവൈലബിൾ ആണോ? ശ്യാമളാജി ഇപ്പോഴും ഉണ്ടല്ലോ, അത് സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ശ്യാമളാജി ബീനാജി സംസാരിച്ചോളൂ, പരിചയപ്പെടുത്തിക്കോളൂ. മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ബീന സുധീർ. ഞാൻ ഡൽഹിയിൽ നിന്നാണ്, നവാദയിലാണ്, ഉത്തർനഗറിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ എല്ലാരും പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഞാൻ വേറെ ഇച്ചിരി പണി ചെയ്യുകയായിരുന്നേ, ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന കൂട്ടത്തില്. എല്ലാവർക്കും എന്റെ വിരുദ്ധമായ നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഒരുമാതിരി എല്ലാവർക്കും തന്നെ നമ്മള് തങ്ങളിൽ കണ്ടിട്ടുള്ളവരാണ്. ശ്രീകുമാർജിയോ അങ്ങനെ 2-3 പേര് മാത്രമേ ഉള്ളൂ നമ്മൾ കാണാത്ത. അപ്പം ഞാന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും എന്റെ പേര് ശ്യാമള സോമൻ. ഞാൻ കോട്ടയം കറുകച്ചാല് ആണ് എന്റെ നാട്.
ഭോപ്പാലിൽ 1978 വന്നതാണ്. ഇവിടെ CSIR സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ബ്രാഞ്ച് RRL ഭോപ്പാൽ, അവിടെ ജോലി ചെയ്ത് അണ്ടർ സെക്രട്ടറി ആയിട്ട് 2023 ജനുവരിയിൽ റിട്ടയർ ആയി. അപ്പൊ ഞാൻ ഇതിന്റെ ഈ സംഘടനയില് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ആദ്യം തൊട്ടേ ഉണ്ട്. അപ്പം നമ്മുടെ ശ്രീരാമസാഗരം വരുന്നു. എന്റെ ആദ്യം ഞാൻ ഇതിനകത്ത് എൻ്റർ ആയ സമയത്താണ് ശ്രീരാമസാഗർ പരിപാടി തുടങ്ങുന്നത്. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്കറിയാം ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 28 ആണ്. അപ്പം 28 എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം വരുന്നത് അതായത് ഇന്ത്യയിലെ 50% ജനങ്ങള് 28 വയസ്സിന് ആസ്പാസിലുള്ളവരാണെന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമ്മൾ എത്ര യുവഭാരതി, ആക്ച്വലി നമ്മുടെ പേര് വളരെ അന്വർത്ഥമാക്കുന്നതാണ്. ഇന്ത്യയുടെ സ്റ്റാറ്റസിനെ, ഇന്നത്തെ സ്റ്റേജിനെ അന്വർത്ഥമാക്കുന്നതാണ് നിങ്ങളുടെ ഈ വിഭാഗത്തിന്റെ പേര് യുവഭാരതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ യുവാക്കളാണ് നമ്മുടെ നാളെ ഈ നാടിനെയും ഈ രാഷ്ട്രത്തെയും നയിക്കേണ്ടത്. അപ്പം നമ്മുടെ ഇതിന്റെ ലക്ഷ്യം നമുക്കറിയാണ്. സനാതനധർമ്മം അഥവാ ഇന്ത്യയുടെ നമ്മുടെ സാംസ്കാരികതയെ നമ്മളിലും അതുപോലെ തന്നെ വരുന്ന തലമുറയിലേക്കും നമ്മൾ പകർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തില്, ഇന്നത്തെ ഈ മെറ്റീരിയലിസത്തില് നമ്മുടെ സംസ്കാരത്തിന് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെ പോലെയുള്ള യുവാക്കളുടെ വളരെ വളരെ ഏറെ ചുമതലയാണ് നിങ്ങളുടെ തോളിലുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ലൈനിൽ, ഞാൻ ഡൽഹിയിൽ വന്ന് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം വന്നപ്പോഴും ഞാൻ കണ്ട് വളരെ അഭിമാനിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാണ് പരിപക്വരാക്കുന്നത് എന്നുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ 64 കൃതികളിലെ ഒരു കൃതിയെങ്കിലും കാണാതെ, ദൈവദശകം തന്നെ കാണാതെ ചൊല്ലുന്ന ഒരു എനിക്ക് വളരെ ചുരുക്കം ആളുകളെ കാണാനുള്ളൂ. പക്ഷെ നമ്മുടെ ആ കുഞ്ഞുങ്ങള് ഇപ്പൊ നടന്ന പരിപാടിയില് ഒരു 10, 12, 13 കൃതികള് കാണാതെ അവർ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടു. അപ്പം അതുപോലെ ഓരോ കാര്യത്തിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഏത് രീതിയിൽ അവരറിയാതെ അവരിലേക്ക് നമുക്ക് പകർത്തി കൊടുക്കാൻ സാധിക്കും. അതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ചെയർമാനാണ് നമുക്കുള്ളത്. ഏത് രീതിയിലുള്ള നമുക്ക് സഹായവും ചെയ്തു തരാനും കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഏറെ പ്രായമുള്ളവരെയും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഓരോ മേഖലകളിലും ഓരോരുത്തരായിട്ട് അല്ലെ ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് നമ്മുടെ ഈ ലക്ഷ്യത്തെ പ്രാപ്തിയിൽ യഥാർത്ഥത്തിൽ എത്തിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാകും. നിങ്ങളാണ് അതിനെ പ്രാപ്തരാകേണ്ടത്. നിങ്ങൾക്കതാകുമെന്നും പ്രത്യേകിച്ച് എനിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതിന് സമയം വളരെ അഭാവമുള്ള ഒരു സമയമാണ്. ജോലിക്കൊക്കെ പോകണം, എല്ലാവരും പ്രൈവറ്റ് ജോലിയൊക്കെ ജോലി ചെയ്യുന്നതാണ്. പക്ഷെ അതിനിടയ്ക്കും നമുക്ക് ഇത് സാധ്യമാകണം. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബെഞ്ചേട്ടാ, ഇനി ആരും ഉണ്ടോ? കാണാൻ കഴിയുന്നില്ല, അതാണ്. ഇനി ആരുമില്ല. പറഞ്ഞോളൂ. ഞാൻ ആണെങ്കിൽ ഓൺ ദ വേയിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. അപ്പം വീഡിയോയിൽ എനിക്ക് വരാൻ പറ്റില്ല. പിന്നെ ഇപ്പോ ഈ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന സംഘടനയുടെ യുവജന ഭാരതിയില് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാണ്. അതുപോലെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. ബിന്ദു വിനോദ് എന്ന് പറയുന്നത് നമ്മുടെ വിനോദ്ജിയുടെ സഹധർമ്മിണിയാണ്. അത് പറഞ്ഞില്ല, ചേച്ചി പറഞ്ഞില്ല. അങ്ങനെ വേറെ ഒരു സഹധർമ്മിണി വന്നിട്ട് പറയാതെ പോയിട്ടുണ്ട് അല്ലേ പ്രസിഡന്റിന്റെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന വിനീത ബിനീഷ് വന്ന് സംസാരിച്ചിരുന്നോ? അതാണ് ബിനീഷാണ്, വിനീതയുടെ അക്കൗണ്ടിലാണ് ലോഗിൻ ചെയ്തത്. അക്കൗണ്ടിലാണ്. അപ്പം ബാക്കി എല്ലാവരും എനിക്കൊന്ന് സംസാരിച്ചായിട്ടാണ് മനസ്സിലായത്. അതെ അതെ. ഇപ്പൊ 9:20 നമുക്കിത് നമ്മുടെ മീറ്റിംഗിന് വൈൻഡപ്പ് ചെയ്യാം. യുവഭാരതിയുടെ ഭാരവാഹികൾക്ക് ഒരു അസൈൻമെന്റ് ഡോക്ടർ. നമസ്കാരം, ഞാൻ ആദ്യമാണ് സംസാരിച്ചത്. അപ്പൊ എല്ലാവരുടെ പരിചയവും കഴിഞ്ഞിട്ട് എല്ലാവരെയും നല്ല
മംഗളമുണ്ടാവട്ടെ, നന്നായിട്ട് ആക്റ്റീവ് ആവട്ടെ. ഇപ്പം വരാൻ പോകുന്ന ഈ 40 ദിവസത്തെ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റുകയാണെങ്കിൽ കുട്ടികളിൽ യുവഭാരതിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സജഷൻ, അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 2-3 മിനിറ്റിൻ്റെ ഒരു സ്ട്രീറ്റ് ഡ്രാമ, വളരെ കാഷ്വൽ ആയിട്ടുള്ള നോർമൽ ഡ്രസ്സിലാവാം. പക്ഷെ അത് അവര് രാമന്റെ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ഒരു തീം എടുത്തിട്ട് പ്രോബബ്ലി ആ എൻഡ് ഓഫ് ദ ഡ്രാമ രാമന്റെ വേഷം കെട്ടി വന്നാൽ ഇവരൊക്കെ രാമന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ള തോന്നൽ വരുത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം കുറേ കോമ്പറ്റീഷൻസ് നടത്താൻ പറ്റിയിട്ട് അവർക്കൊരു സമ്മാനം കൊടുക്കുന്ന പരിപാടി അങ്ങാണ്ട് അനൗൺസ് ചെയ്യാൻ പറ്റുന്നതെന്നായിരിക്കും. അത് നമ്മുടെ ഈ പ്രോഗ്രാമുകളിലും പിന്നെ ബാക്കിയുള്ള സമയത്തുമൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ ഇന്നത്തെ ആനുകാലികമായ സിറ്റുവേഷനിൽ രാമന്റെ ഒരു നന്മ നമ്മുടെ ഉള്ളിലൊക്കെ, ധർമ്മം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ ചെറിയ ഡ്രാമകളൊക്കെ, അതിപ്പം ലക്ഷ്മണന്റെ ബ്രദർ എന്നുള്ള നിലയിലുള്ള ഒരു സങ്കല്പം നമ്മുടെ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സീതയുടെ സങ്കല്പം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, വിഭീഷണന്റെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, കുംഭകർണന്റെ വാക്കുകൾ പറയുമ്പോൾ തെറ്റിയത് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു ശാപം കൊണ്ട് കുംഭകർണനായി മാറിയിട്ടുള്ള, അങ്ങനെ പലതും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ആ തരത്തിൽ ചെറിയ ചെറിയ ബിറ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ്സ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, സ്ട്രീറ്റ് ഒന്നും ഉദ്ദേശമില്ല എവിടെയെങ്കിലും ഉള്ളത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു 10-50 ബിറ്റുകളൊക്കെ കിട്ടി അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ബിറ്റുകൾ ഒരു ദിവസമൊക്കെ നമുക്ക് ചിലപ്പോൾ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഇടയിലോ ബാക്കി, അല്ലെങ്കിൽ സാധാരണയുള്ള പാട്ടും ഡാൻസും മാത്രമായിട്ട് മാറും. കുറച്ചൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. നോക്കൂ, സൗകര്യം ഉണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു സജഷൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും സാർ, സാറിന്റെ സജഷൻ ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും, അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ എല്ലാ വർഷവും ശ്രീരാമ സാരമെന്ന് സംബന്ധിച്ച് കുട്ടികളെല്ലാം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും ഹനുമാന്റെയും ഒക്കെ വേഷം ധരിച്ചുള്ള ഇവിടെ റോഡ് അല്ല, വേഷം ധരിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു തീമായിട്ടൊരു സ്റ്റോറി പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവും. അതെ, നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് ഈ രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോട്ടെ. ഞാനും ചിലപ്പോൾ ഡൽഹിയിൽ ഉണ്ടാവും ഇടക്കിടക്ക്. അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന യുവാരിയുടെ ഭാരവാഹികൾക്ക് ഒരു അസൈൻമെന്റ് തരും. അസൈൻമെന്റ് മീൻസ് യുവാക്കളെ സംബന്ധിച്ച് ഒരു ആനുകാലിക വിഷയങ്ങൾ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗിൽ സജഷൻസ് കൊണ്ടുവരിക. സജഷൻസ് മീറ്റ് ഇതിപ്പോ ലഹരിയുടെ ഉപയോഗം യുവാക്കളുടെ, അതിനെപ്പറ്റി നമുക്ക് എന്തൊക്കെ ടേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യുവാക്കളുടെ മൈഗ്രേഷൻ, ഇന്ത്യ വിട്ട് വേറെ രാജ്യങ്ങളിൽ പോയി മൈഗ്രേറ്റ് ആവുന്നു, അങ്ങനെയുള്ള പല വിഷയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ സജഷൻസ് കൊണ്ടുവരിക. നമുക്ക് നമ്മുടെ ദേശീയ ഭാരവാഹികളോട് സംസാരിച്ച് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ബിരിച്ചേട്ടാ, ഇനി നമുക്ക് കേട്ടില്ല. വലിയ വിഷയമാണ്, അത് യൂത്താണ് ഏറ്റെടുക്കേണ്ടത്. അതെ അതെ. ബിനു, ഞാൻ അങ്ങോട്ട് ഓക്കെ, ഞാൻ എത്തിയേക്കാം. അപ്പം ഒരു കാര്യം ഇവിടെ TPLG പറഞ്ഞ ഭഗവത്ഗീതയുടെ ക്ലാസ്, അതിനെ പറ്റി നമ്മളെ CRG ചോദിച്ചാൽ നമ്മൾ TPLG അതിനെ പറ്റി ഒന്ന് ഒരു വിശദീകരിച്ചാൽ നന്നായിരുന്നു. അല്ല, ഒന്നുമില്ല. ഹിന്ദുയിസം മലയാളം എന്ന് പറയുന്ന ചാനല് ലക്ഷ്മി ജി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന വിധത്തിലുള്ള ഭഗവത്ഗീത ക്ലാസ് ആണ്. 6 അധ്യായം കഴിഞ്ഞു. അത് ഹിന്ദുയിസം മലയാളത്തിൽ വരുന്നുണ്ട്. എൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. 1-2 പ്രാവശ്യം വിനോദ് ജി അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവര് കോണ്ടാക്ട് ചെയ്യുകയും അത് സംസാരിക്കുകയും കാണുകയൊക്കെ. ഹിന്ദുയിസം മലയാളം എന്ന് പറയുന്ന ചാനൽ ലക്ഷ്മി ജിയുടെ ഇനീഷ്യേറ്റീവിലാണ്. 5 അധ്യായം കഴിഞ്ഞു. 6-ാമത്തെ അധ്യായം, എനിക്ക് തോന്നുന്നു 5-ാമത്തെ അധ്യായം ഇപ്പിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 എണ്ണം തീരും. അപ്പോൾ അടുത്ത മാസം വരെയുള്ളതൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. 6th ചാപ്റ്റർ ഓൾമോസ്റ്റ് പകുതിയിലധികം കഴിഞ്ഞു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ 2-3 പ്രാവശ്യം ചാപ്റ്റർ വൈസും ശ്ലോക വൈസും ടിഡ്ബിറ്റ്സ് ഓഫ് ഭഗവത്ഗീത, കുറേ
ശ്ലോകങ്ങളും ഒക്കെ അവൈലബിൾ ആണ് എൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ. എപ്പോഴെങ്കിലും ഡോക്ടർ TPS എന്ന് മാത്രം അടിച്ചു നോക്കുക യൂട്യൂബിൽ. സോ യു വിൽ സി ഹൺഡ്രഡ്സ്. പിന്നെയുള്ളത് കുറേ കൗൺസിലിംഗ് സെഷൻസ് ആണ്. ഞാൻ ഫാമിലി കൗൺസിലിംഗ് ഒന്നും ഇടാറില്ല. ബാക്കി കുട്ടികളുടെ കരിയർ കൗൺസിലിംഗ് ഒരു 1000-ലധികം കാണാം. ഏത് കോഴ്സിന് ചേരണം, എന്തിന് ചേരണം, എന്തുകൊണ്ട് ചേരണം, അത്തരം സംഭവങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഞാനൊരു സ്ഥപതിയാണ്. ക്ഷേത്രവും അതുപോലെ തന്നെ വീടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വാസ്തുവും ആർക്കിടെക്ചറും ഒക്കെ സ്ഥാപത്യവേദം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം കുറേ ആക്ടിവിറ്റി, പിന്നെ കുറേ സിവിൽ സർവീസ് ആസ്പിരൻസ് ഉണ്ട് യൂത്തിൽ. കുറേ കുട്ടികൾ ഞാൻ ഇന്നലെ മിഞ്ഞാന്നങ്ങാണ്ട് വിനോദോട് പറഞ്ഞു, അതിൽ 90% മുസ്ലിംസ് ആണ് എൻ്റെ കുട്ടികളായിട്ടുള്ളത്. ഹിന്ദുക്കളിൽ യാതൊരു താല്പര്യവും കാണുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇതിനൊന്നും പ്രചോദനം നൽകുന്നില്ല, വെറും കാഴ്ചക്കാരായിട്ടിരിക്കുന്നു എന്നുള്ളൊരു പരിതാപകരമായ അവസ്ഥയാണ്. അവർക്ക് ചെറിയൊരു അസൈൻമെന്റ് കൊടുത്താൽ പോലും അവർ ചെയ്യില്ല. കാരണം ഞാൻ ആദ്യം അസൈൻമെന്റാണ് കൊടുക്കുക. അതിൽ അവർ സക്സസ്ഫുൾ ആയാലേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള എൻ്റെ കുട്ടികൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗം നിങ്ങൾ കേട്ടാൽ കാണാൻ പറ്റും ആരാണ് നന്നായിട്ട് ചെയ്യുന്നതെന്ന്. അതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ യുവഭാരതിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റികളുണ്ട്. വെറുതെ ബ്ലാ 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 ഡെവലപ്മെന്റ് അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് മോണിറ്ററിങ്, മെന്ററിങ്, ഗിവിങ് അസൈൻമെന്റ്സ്, മേക്കിംഗ് ദം ടു റീഡ് ന്യൂസ് പേപ്പർ, മേക്കിംഗ് ദം ടു നോ ദ വേൾഡ്. അങ്ങനെ കുറേ അസൈൻമെന്റ്സ് ആണ്. ആ അസൈൻമെന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. ചിലത് മാത്രം നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആക്കിയിട്ട് ഇടുക ചെയ്യും. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മീറ്റിംഗ് നമ്മൾ അവരുടെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് ഇട്ടാൽ എല്ലാവർക്കും യഥാവിധം കാണാമായിരുന്നു. അത് വളരെ ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ കുറേ സമയം കളയുന്നു എന്നുള്ളതാണ് സത്യം. ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ പാഞ്ചജന്യത്തിന്റെ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ വിനോദ്ജിക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പബ്ലിക്കലി ഇടാത്തത് അൺലിസ്റ്റഡ് ആയിട്ടാണ് ഇടുക. നിങ്ങൾ ഏത് നമ്പർ ഞാൻ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് പറഞ്ഞാലും അതിന്റെ കംപ്ലീറ്റ് മിനിറ്റ്സ് പോലും ഞാൻ അപ്പം തന്നെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഇന്ന് നമ്മൾ മെനക്കെടേണ്ട പണിയൊന്നുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ബയോഡാറ്റ 1 മിനിറ്റ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഈ യൂട്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ഭാഷയിലും വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇത്തരം ARഉം AIയും അഡ്വാൻസ്ഡ് എല്ലാം ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇന്നലെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഡിസ്കഷൻസിൽ പറഞ്ഞ അവർ സ്ട്രീം യാർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു 10 ദിവസത്തെ 15 ദിവസത്തെ റെക്കോർഡിംഗ് ഉള്ളൂ. ബാക്കി ഫിസിക്കലും ബാക്കി Gmeetഉം ആണ്. അപ്പോൾ ഇത്ര മനക്കെട്ട പണിയൊന്നുമല്ല ഇത്. ഞാൻ ഒരു ദിവസം ഇന്നലെ വിനോദ് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ ഇട്ടത് 2:58 എന്ന് വെച്ചാൽ ഏർലി മോർണിംഗ് ടുഡേ. ഞാൻ ആ സമയത്ത് വേറെ പ്രോഗ്രാമിലാണ്, കാരണം അമേരിക്കയിലെ കുട്ടികളുണ്ടാവും എനിക്ക്. ഞാൻ വിനോദിന് മറുപടി അയച്ചത് 3:01 അത് വിനോദ് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിൽ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഡേ ഷെഡ്യൂളിൽ തന്നെ ചെയർമാന്റെ പേര് വിട്ടുപോയിട്ടുണ്ട്. അത് കുറേ പേര് കണ്ടു എന്നാണ് പറഞ്ഞത്, അതാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുൾ അല്ല, വളരെ കാഷ്വൽ ആണ്. അങ്ങനെ കാഷ്വൽ ആവാതെ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കുറേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനൊരു അൾട്ടിമേറ്റ് ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തണം കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട്. ഞാൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമുക്കറിയാം എത്ര പെർഫെക്ഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെന്ന് ഒരു ശാഠ്യം പിടിക്കാൻ വഴിയില്ല, പക്ഷെ അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക, അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക, ഷെഡ്യൂൾഡ് ആയിട്ട് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ്. രാമധർമ്മ പ്രചാരക സമിതി എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ വീട്ടിലാണ് രാമധർമ്മ പ്രചാരക സമിതി ഒരു 10-20 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഹൈദരാബാദിൽ. അത് ഇന്ന് വലിയ പ്രസ്ഥാനമായിട്ട് ഹൈദരാബാദിൽ അവൈലബിൾ ആണ്. അതാണ് മിക്കവാറും പിന്നെ ശ്രാദ്ധകർമ്മങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് ആ ഒറ്റൊരു ഓർഗനൈസേഷൻ ഞാൻ അന്ന് തുടങ്ങി. കുറേ രാമായണം മേടിച്ച് ഹൈദരാബാദിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിർബന്ധപൂർവ്വം വായിപ്പിച്ച് തുടങ്ങിയ ആ ഒറ്റ ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് എനിക്ക് ഫിജിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാൻ പറ്റിയത്. കാരണം സൗത്ത് ഇന്ത്യയിൽ തപ്പി നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളത് ഞാനായിരുന്നു. പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരാളാണ്. അന്ന് ഞാൻ ഒരു ബ്ലോഗ് തുടങ്ങി അന്ന് ചെയ്യുന്ന പരിപാടികളൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഡോക്യുമെന്റേഷനാണ്. ആ ഡോക്യുമെന്റേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു
ദാരിദ്ര്യം. അത് പാടില്ല. അപ്പോൾ എന്ത് ചെറിയ പ്രോഗ്രാം ആയാലും എന്ത് മിനിറ്റ്സ് ആയാലും ഡോക്യുമെന്റ് ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ഐസർ ഇൻ എ ബ്ലോഗ്. ഒരു ബ്ലോഗിലെങ്കിലും ഇട്ട് വെക്കാം. അതാണ് ഞാൻ ധൈര്യത്തിൽ പറയുന്നത്. എല്ലാ മീറ്റിങ്ങുകളും എൻ്റെ അടുത്ത് റെക്കോർഡഡ് ആണ്. അത് പാഞ്ചജന്യം ഭാരതം എന്നുള്ള പേരിൽ ഞാൻ PJB എന്നാണ്, BJP അല്ല, തിരിച്ചിട്ടിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, PJB ഡോക്ടർ TPS നടിച്ചാൽ എല്ലാം വരും. കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് അയച്ചു തരാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇന്നത്തേതും ഉണ്ട്. ഇത് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളത് യൂട്യൂബിൽ കയറിയിട്ടുണ്ടാവും. നിങ്ങളാരും കാണില്ല, കാരണം അൺലിസ്റ്റഡ് ആണ്. പക്ഷെ എനിക്ക് എപ്പോൾ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരുകയും ചെയ്യാം. ഞാൻ മിക്കവാറും എല്ലാത്തിൻ്റെയും ലിങ്ക് അപ്പോൾ വിനോദന അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയി എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നാളെ ഒരാൾ ഒരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്കത് എടുക്കാൻ പറ്റും. അതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ കുറേ ഷോർട്ട് ഫിലിംസും ഡ്രാമയിലും നാടകത്തിലും ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്, ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. കുറച്ചിപ്പോൾ കുറേ ഐഡിലാണ്. അതുകൊണ്ടാണ് പാഞ്ചജന്യത്തിൽ കുറച്ച് ആക്റ്റീവ് ആവാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കാണാം. നാട് കണ്ണൂരാണ്, കണ്ണൂർ തളിപ്പുറ. ഡോക്ടർ TPS അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിൾ മാപ്പിൽ എൻ്റെ 3 വീടുകൾ കാണാം. ഒന്ന് കണ്ണൂരും, ഒന്ന് ഇരിങ്ങാലക്കുടയും, ഒന്ന് ഹൈദരാബാദിലും. ഹൈദരാബാദിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, കുറേ സിവിൽ സർവീസ് ആസ്പിറൻസിനൊക്കെ ഇരുന്ന് പഠിക്കാവുന്ന. ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും ബുക്സ് ഉണ്ട്. മാറ്റ് ആയാലും GMAT ആയാലും CAT ആയാലും RAT ആയാലും ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറേ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാം. അത് കുട്ടികളിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ആ പങ്കെടുക്കുന്നവരിലൊക്കെ ആ ധർമ്മം നമ്മൾ എത്തിക്കാൻ സാധിക്കും. അവർക്കൊക്കെ ഓരോ സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു അങ്ങനെയാണ് അന്ന് ആ യൂത്ത് പാർലമെന്റിലൊക്കെ നമ്മൾക്ക് കുറേ പേരെ അന്നൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സഹതാപം എന്ന് പറയുന്നത്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുറേ പിള്ളേരുണ്ടായിരുന്നു. പക്ഷേ പാഞ്ചജന്യം ഭാരതത്തിന്റെ ഒരു കുട്ടി പോലും അതിൽ പങ്കെടുക്കാൻ താല്പര്യത്തോടു കൂടി വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആവരുത് എന്നേ ഞാൻ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് കുറെ ആക്ടിവിറ്റികൾ ചെയ്യാം. അതിൽ നമ്മുടെ കുട്ടികളെ കുറെ കൂടി ഞാൻ ഇപ്പൊ വിചാരിച്ചാൽ എനിക്ക് കുറെ കുട്ടികളെ ചെയ്യിപ്പിക്കാം. പക്ഷെ എൻ്റെ ആ കോണ്ടാക്റ്റുകൾ വരുന്നത് വളണ്ടിയർ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ കോണ്ടാക്ട്സ് ഒക്കെ ഉപയോഗിച്ച് പല സ്ഥലത്തുള്ള കുറെ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു മെസ്സേജ് ആയിട്ട് മാറും, പുതിയൊരു ഐഡിയ ആയിരിക്കും. ഓക്കെ, നല്ല സാറേ, സാറിന്റെ സജഷൻസ് എല്ലാം വളരെ വാല്യുബിൾ ആണ്. സാറ് പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു റിക്വസ്റ്റ് ബിജോയിന്, സാറ് എന്നുള്ള ബ്രിട്ടീഷുകാരുടെ വിളി ഒഴിവാക്കണം. അവര് തന്നെ നിർത്തിയിരിക്കുന്നു. അമേരിക്കക്കാർ പണ്ടേ ഇതിന് വിരോധമാണ്. ഡോക്ടർ TPS എന്നാണ് എൻ്റെ പേര്. ഞാൻ ബിജോയിനെ സാറെന്ന് വിളിക്കില്ല. ഞാൻ ലക്ഷ്മിയെ അല്ലെങ്കിൽ സതിയെ മാഡം എന്നും വിളിക്കില്ല. ഞാൻ അവരുടെ പേര് വെച്ചിട്ടേ വിളിക്കാറുള്ളൂ. നമ്മൾ കൃഷ്ണനെ കൃഷ്ണൻ തന്നെയാണ് വിളിക്കുന്നത്. ബഹുമാനം കൊണ്ട് വിളിക്കുമ്പോൾ കൃഷ്ണൻ സാർ എന്നോ അല്ലെങ്കിൽ പിന്നെ ലക്ഷ്മി അല്ലെങ്കിൽ സീത മാഡം എന്നൊന്നും വിളിക്കാറില്ല. അതുപോലെ ലോർഡ് എന്നുള്ള വാക്ക് ഒഴിവാക്കുക. ലോർഡ് ശിവ, ലോർഡ് കൃഷ്ണ എന്ന് പല വെബ്സൈറ്റുകളിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ലേഡി സീത, ലേഡി പാർവതി, ലേഡി ദുർഗ എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയാലേ അടുത്ത ജനറേഷൻസിലേക്ക് ആ അർത്ഥം മനസ്സിലാവുള്ളൂ. അതുപോലെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവര് അമ്മയ്ക്ക് എന്താ ജോലി എന്ന് പറയുമ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയും. ഞാൻ നല്ല പോലെ വഴക്ക് പറയാറുണ്ട്. അത് ബ്രിട്ടീഷുകാർക്ക് പണ്ട് വീട്ടിലൊരു ഭാര്യയും പുറത്തൊരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച വാക്കാണ്. അതുകൊണ്ട് ഹാപ്പി ഹോം മേക്കർ എന്നാണ്. നമ്മൾ ഓരോന്നിനും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കെയർഫുൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാഷ്വൽ ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ മാറുന്നില്ല എന്നുള്ളത്. ശശികുമാർ സാറും വേണ്ട, ഡോക്ടർ TPS ആണ് എൻ്റെ പേര്. അപ്പോൾ അത് അതേപോലെ വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എഴുതിയിട്ടുള്ള മിനിറ്റ്സിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. SHA എന്ന് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. SHA വിത്ത് എ ഗ്യാപ്പ് കുമാർ എഴുതിയിട്ടുണ്ട്. അതേ മിനിറ്റ്സിൽ രണ്ടാമത്തെ പാരഗ്രാഫ് വരുമ്പോൾ SHA SI എന്നാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫ് പോകുമ്പോൾ SHA എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ് പോകുമ്പോൾ SA എന്നുണ്ട്. എത്ര കാഷ്വൽ ആണെന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയൊന്നും ടൈപ്പ് ചെയ്യേണ്ട പണിയില്ല. ഒരു പേര് വെച്ചാൽ അതങ്ങോട്ട് കോപ്പി ചെയ്താൽ പോരെ. അതുപോലും നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആവുക നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് കുട്ടികളിലേക്ക് പകർത്താൻ പറ്റണം. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കുട്ടികൾ കേട്ട് പഠിക്കുക. നമ്മുടെ ദാരിദ്ര്യത്തിൽ അതൊക്കെ കേട്ട് പോയിട്ടുണ്ട് ടീച്ചർമാരുടെ അടുത്ത്. അതുകൊണ്ട് ആ ദാരിദ്ര്യം കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ മീറ്റിങ്ങുകളിലെങ്കിലും ഈ സാറും മാഡും ഒക്കെ ഒഴിവാക്കണം എന്ന് ഞാൻ പറയും. ഞങ്ങളെല്ലാം ഇപ്പൊ ഒരു വലിയൊരു ധർമ്മ സങ്കടത്തിൽ എത്തിക്കുക. ഡോക്ടർ TPS എന്ന് എങ്ങനെ
അല്ല, അതിനാണ് ബഹുമാനം. നിങ്ങളെ ധാരണ സാർ എന്ന് വിളിക്കുന്നതാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഡോക്ടർ എന്നും അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റ് എന്നും. ഇപ്പം ലക്ഷ്മിയെ എനിക്ക് വിളിക്കാൻ പറ്റുന്ന ദീപ ലക്ഷ്മി അല്ലേ, ആ പേര് വായിക്കുമ്പോൾ അത് മതി. എഞ്ചിനീയർ തന്നെ വിളിക്കണം. ER എഞ്ചിനീയർ എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ക്രെഡിറ്റ് ഫോർ ഹെർ. വളരെ ചുരുക്കം പേരെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഞാൻ എഞ്ചിനീയർ തന്നെ വിളിക്കാം. ഞാൻ ദീപാലക്ഷ്മിയെ വിളിക്കണമെങ്കിൽ എഞ്ചിനീയർ ദീപാലക്ഷ്മി എന്ന് തന്നെ വിളിക്കണം. TPG ഞാൻ ആർക്കിടെക്റ്റ് ആണ്. ആർക്കിടെക്ട് ആണെങ്കിലും AR ആണ്. AR, ഓക്കെ, AR എന്നുള്ള പ്രിഫിക്സ് വിളിക്കണം. എഞ്ചിനീയർ ആണെങ്കിൽ ER വിളിക്കണം, AR തന്നെ വിളിക്കണം. കുറച്ച് പഠിക്കണം നമ്മൾ. അതാണ്. അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റ് തന്നെ വിളിക്കണ്ടേ, ജഡ്ജിനെ ജഡ്ജ് ജസ്റ്റിസ് തന്നെ വിളിക്കണ്ടേ, പ്രൈം മിനിസ്റ്റർ തന്നെ വിളിക്കണം, സാറിന് വിളിക്കരുത്. കുറച്ച് കോൺഷ്യസ് ആയാൽ മതി, അപ്പൊ ശരിയാവും. നമ്മള് കേണലിനെ വിളിക്കണം. അതാണ് അത് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ വിളിക്കണം. മാറ്റാൻ പറ്റുമോ നോക്കാം നമുക്ക്. എന്റെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ കാണാം എത്ര രസകരമായിട്ടാണ് പിള്ളേർ മാറിയിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ചെയ്യിപ്പിക്കുന്ന വീഡിയോ. മൈ മദർ ഈസ് എ ഹാപ്പി ഹോം മേക്കർ, ഡബിൾ HM എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ. മുസ്ലിംസ് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന കോഴിക്കോട് നിന്ന് വിളിച്ചിട്ട് എന്താ ജോലി നോക്കുക, ഞാൻ ഡബിൾ HM ആണെന്ന് പറയും. അപ്പൊ എന്റെ വീഡിയോ കേൾക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്. ഓക്കെ, നന്നായി വരട്ടെ. നമ്മൾ ഈ 9:00 ഇത് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചത് 9:45 എല്ലാവർക്കും നന്ദി പറയാനുള്ള കടമയാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുവാണ്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബിനു OS, നമ്മുടെ ദേശീയ ചെയർമാൻ ഡോക്ടർ TPS, സ്വാഗതം ചെയ്ത ബിനീഷ് ഇടഗിരി, യുവഭാരതിയുടെ വൈസ് പ്രസിഡന്റുമാര്, ജോയിന്റ് സെക്രട്ടറിമാര്, ദേശീയ നേതാക്കള്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, ഈ തിരക്കേറിയ സമയത്തും നിങ്ങൾ എല്ലാവരും ഇതിൽ സംബന്ധിച്ചതിന് പാഞ്ചജന്യ ഭാരതത്തിന്റെയും യുവഭാരതിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.